ഹലോ, ഇതെല്ലാം സുഖാണോ? ഇങ്ങനെയുണ്ട് എക്സാമൊക്കെ അടിപൊളിയായിട്ട് പോകുന്നെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് കൂടെ നമുക്കിത് പരിചയപ്പെടാം. ഞാൻ ചെറിയൊരു ക്വസ്റ്റ്യനായിട്ട് ഇവിടെ കൊടുക്കുന്ന ഇതാണ്. ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ആ സർക്യൂട്ടിൽ 100 വോൾട്ട് വോൾട്ടേജ് 50 വാട്ട് പവറുള്ള ഒരു ബൾബിലേക്ക് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ബൾബിന്റെ റെസിസ്റ്റൻസ് എന്ത്? ഇതൊരു ചോദ്യമാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ആറാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്ക് അറിയുന്ന ചില ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. നമുക്ക് അതിനു മുന്നേ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? യെസ്, പലപ്പോഴും പല ആളുകളൊക്കെ പറയാറുണ്ട് ഗിവൻ ദാറ്റ്, തന്ന കാര്യങ്ങൾ എഴുതണം എന്നൊക്കെ. പക്ഷെ അതിന് മുന്നേ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണോ അതിൽ കണ്ടെത്താനുള്ളത് അയാളെ കണ്ടെത്തിയെടുക്കുക എന്നുള്ളത്. അതാണ് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. എന്താണോ കാണേണ്ടത് അയാളെ കണ്ടെത്തിയെടുക്കുക. ഇവിടെ എന്താ കാണേണ്ടത്? സോ ആർ ഇസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. ഇനി തന്നിരിക്കുന്നത് ആരാ? വി സീക്വൽ ടു എത്രയാണ് തന്നിട്ടുള്ളത്? 100 വോൾട്ട്. അതുപോലെ പി തന്നിട്ടുണ്ട്. പി എത്രയാണ് തന്നിട്ടുള്ളത്? 50 വാട്ട്. സോ അങ്ങനെയാണെങ്കിൽ ആറ് കാണാൻ നമുക്ക് ഓൾറെഡി ഇക്വേഷൻ അറിയാം. ആറ് കാണാനുള്ള ഇക്വേഷൻ ഏതാ? ആർ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ പി അല്ലെ? ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ച ഇക്വേഷൻ ആണ്. എവിടുന്ന പഠിച്ചത്? പി സീക്വൽ ടു ഏതാണ്? വി സ്ക്വയർ ബൈ ആർ. ഈ ഇക്വേഷനിൽ നിന്നാണ് ഈ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ പി. അപ്പോൾ വി സ്ക്വയറിനെ നമ്മൾ എപ്പോഴും എഴുതാൻ ശ്രമിക്കേണ്ടത് എങ്ങനെ എഴുതുക? 100 സ്ക്വയർ എന്ന് എഴുതുന്നതിന് പകരം, അത് എഴുതുന്നത് തെറ്റാണെന്നല്ല, ചെയ്യുന്ന കുറച്ചുകൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് 100 സ്ക്വയർ എന്നുള്ളതിന് പകരം 100 ഇൻറ്റു 100, അതായത് വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ വി ഇൻറ്റു വി ആണല്ലോ, ഡിവൈഡഡ് ബൈ പി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50. സോ നമുക്ക് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാവും. ഞാൻ എന്ത് ചെയ്തു? ഈ സീറോയും ക്യാൻസൽ ചെയ്തു, ഈ 10ഉം 5ഉം ക്യാൻസൽ ചെയ്തു. സോ എത്ര ആൻസർ വരുന്നത്? 2. സോ 2 ഇൻറ്റു 100 എത്രയാ? 200. ഓക്കെ.